ഫയർ വിങ്സിന്റെ ആനുവൽ പ്രെയർ കോൺഫറൻസ് ദി ന്യൂ കവനന്റ് 2015 ജനുവരി 12 മുതൽ 16 വരെ അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ സാമുവേൽ, ബ്രദർ ബിജി അഞ്ചൽ, പാസ്റ്റർ റൈസൺ തോമസ്, പാസ്റ്റർ റെജി മാത്യു, ബ്രദർ ബിനോയ് കൊട്ടാരക്കര, പാസ്റ്റർ ജോൺ വർഗീസ്, ബ്രദർ രാജീവ് വർഗീസ് തുടങ്ങിയ അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 8281033374 9447472145. ജീസസ് റെയിൻസിൻ്റെ അത്ഭുതങ്ങളുടെ ദിവസം, ഡേ ഓഫ് മിറക്കിൾസ്, തിരുവല്ലയിൽ ബിലീവേഴ്സ് യൂത്ത് സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. നവംബർ മാസം 29 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. നിങ്ങൾ കടന്നു വരണം, പ്രിയപ്പെട്ടവരെ കൂട്ടി നിങ്ങൾ കടന്നു വരണം. നമുക്ക് തമ്മിൽ കാണുവാനും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ലഭിക്കുന്നൊരു നല്ല അവസരമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യുവാനിടവരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും കടന്നു വരണം. തിരുവല്ലയിൽ നവംബർ 29 ബിലീവേഴ്സ് യൂത്ത് സെന്ററിൽ രാവിലെ 10 മണി മുതൽ 2 മണി വരെ. വീണ്ടും ആന്തരിക സൗഖ്യ ധ്യാനം നടത്തപ്പെടുന്നു. ഡിസംബർ 15 മുതൽ 19 വരെ മാരാമൺ മാർത്തോമ റിട്രീറ്റ് സെന്ററിൽ വെച്ച് നിങ്ങൾ കടന്നു വരണം. വിഷാദ രോഗത്തിലൂടെയോ മാനസികാഘാതങ്ങളിലൂടെയോ മാനസിക ആകുലതകളിലൂടെയോ ഏതെങ്കിലും മനസ്സുമായി ബന്ധപ്പെട്ട സംഘർഷത്തിലൂടെ നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കുവാൻ പോകുന്നു. മാരാമൺ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച്, മാർത്തോമ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് ഡിസംബർ 15 മുതൽ 19 വരെ. മനുഷ്യനൊരു ആത്മാവുണ്ട്, മനുഷ്യനൊരു പ്രാണനുണ്ട്, മനുഷ്യനൊരു ശരീരമുണ്ട്. ഈ 3 ഘടകങ്ങളുള്ള മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും ഗൗരവമേറിയ ഭാഗമെന്ന് പറയുന്നത് അവൻ്റെ പ്രാണനാകുന്നു. അവൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നതോടുകൂടെ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ശരീരത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ശരീരത്തെ നമുക്ക് മാറ്റുവാനും കഴിയുകയില്ല. അതിനാൽ നമ്മുടെ പ്രാണനിലാണ് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്. ട്രാൻസ്ഫോർമേഷൻ മുഴുവൻ നടക്കേണ്ടത് നമ്മുടെ പ്രാണനിലാണ്. രൂപാന്തരീകരണം മുഴുവൻ നടക്കേണ്ടത് നമ്മുടെ പ്രാണനിലാണ്. പ്രാണനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രാണൻ്റെ രൂപാന്തരീകരണത്തിനും പരിവർത്തനത്തിനും വേണ്ടി നാം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവിനോട് സഹകരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ക്രിസ്തീയ വളർച്ച ലഭിക്കുവാനിടവരും. ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുമ്പോൾ, ആ ശിഷ്യത്വത്തിലേക്കുള്ള വളർച്ചയെന്ന് പറയുമ്പോൾ ആത്മാവിൽ സംഭവിക്കുന്ന കാര്യമല്ല, ശരീരത്തിലും സംഭവിക്കുന്ന കാര്യമല്ല, പ്രാണനിൽ സംഭവിക്കുന്ന കാര്യമാണ്. പ്രാണനെ പുതുക്കുവാനാണ്
കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രാണനെ റിസ്റ്റോർ ചെയ്യുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ ഘടനയുടെ വിശാലമാകുന്ന ഭാഗങ്ങൾ നാം പഠിക്കുവാനിടയായി. ഈ പ്രാണനിൽ പ്രധാനമായിട്ടും 3 തട്ടുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കുവാൻ കഴിയും. ബോധമനസ്സ്, ഉപബോധമനസ്സ്, അബോധമനസ്സ്. ചേർന്ന് പറഞ്ഞേ, ബോധമനസ്സ്, ഉബോധമനസ്സ്, അബോധമനസ്സ്. ഈ പ്രാണനിൽ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. നമ്മുടെ ബുദ്ധി നമ്മുടെ പ്രാണനിലാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ വികാരങ്ങൾ പ്രാണനിലാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ പ്രാണനിലാണ്. സങ്കല്പങ്ങൾ പ്രാണനിലാണ് അടങ്ങിയിരിക്കുന്നത്. തീരുമാനശേഷി, വില്ല് പ്രാണനിലാണ് അടങ്ങിയിരിക്കുന്നത്. അഭിപ്രേരണ, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ മനസ്സിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഇതെല്ലാം പ്രാണനിൽ അടങ്ങിയിരിക്കുന്നതിനാൽ പ്രാണൻ, വസ്തുരഹിതമാകുന്ന പ്രാണൻ, വസ്തുവല്ലാത്ത പ്രാണൻ വിശാലമാകുന്നൊരിടമാകുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ആ പ്രാണനിലെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാകുന്ന വികാരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാം കേൾക്കുവാനിടയായി. സങ്കല്പങ്ങളെക്കുറിച്ച് കേൾക്കുവാനിടയായി. മാത്രമല്ല, ഓർമ്മകളെക്കുറിച്ച് കേൾക്കുവാനിടയായി. അവിടെ നമ്മുടെ മനോഭാവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ചിന്താ രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വരണം. നമ്മുടെ ചിന്താരീതികൾ, നിഷേധാർത്ഥകമാകുന്ന ചിന്താരീതികളെ സാക്ഷാത്തായ ചിന്താരീതികളാക്കി മാറ്റേണ്ടത് ആവശ്യമാണ്. ആ രീതികൾ പോസിറ്റീവായി തീരുമ്പോൾ സങ്കല്പങ്ങളും പോസിറ്റീവായി തീരുവാനിടവരും. എന്നാൽ ചിന്താരീതി നിഷേധാർത്ഥകമായി തീരുകയാണെങ്കിൽ നമ്മുടെ ഭാവനകൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ നിഷേധാർത്ഥകമാകുവാനിടവരും. ആകുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ദുരാത്മാവ് കയറിയിരിക്കുവാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ദുരാത്മാവ് കയറിയിരിക്കുകയാണെങ്കിൽ അതൊരു കോട്ടയായി തീരുകയാണ്. എന്നാൽ കൃപയാൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആത്മീകായുധങ്ങളാണ്. ആ ആത്മീകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു കോട്ടയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ കോട്ടകളെ ഇടിച്ച് കളയേണ്ടത് ആവശ്യമാണ്. കോട്ടകളെ ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായി പറഞ്ഞാൽ ദുരാത്മാക്കളെ പുറത്താക്കുക. ദുരാത്മാക്കളെ പുറത്താക്കുന്നതോടുകൂടി ആ കോട്ട പൊളിയുകയാണ്. പിന്നെ നിങ്ങളുടെ ചിന്തകളെ രൂപാന്തരപ്പെടുത്തിയാൽ മതി. ചിന്തകളെ വചനപ്രകാരമാക്കിയാൽ മതി. ചിന്തകൾ വചനപ്രകാരമായി തീരുമ്പോൾ പ്രാണൻ്റെ ആ മേഖലയിൽ സൗഖ്യം ലഭിക്കുവാനിടവരും. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്, ആത്മാവ് പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നതിനാൽ ആത്മാവിൽ ഈ പറഞ്ഞിരിക്കുന്ന കേടുകൾ സംഭവിക്കുകയില്ല. ആത്മാവിൽ ഒരു ദുരാത്മാവിന് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ആത്മാവിന് രോഗം വരില്ല, ആത്മാവിന് ഉറക്കം വരില്ല, ആത്മാവിന് ക്ഷീണം വരില്ല. എന്നാൽ നമ്മുടെ പ്രാണനിലോ നമ്മുടെ ശരീരത്തിലോ ദുരാത്മാക്കൾ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. ചില ശരീരങ്ങളിൽ ചില രോഗങ്ങൾ രോഗാത്മാക്കളാൽ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം. ആ ശരീരങ്ങളിൽ രോഗം വരുത്തുന്ന ദുരാത്മാക്കൾ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവപൈതലിൽ പോലും രോഗാത്മാക്കൾ കയറിയിരിക്കുവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രാണനിലും ചില ദുരാത്മാക്കൾ കയറുവാൻ അവസരം കൊടുത്താൽ, വാതിൽ തുറന്നാൽ അത് മുഖാന്തരമായിട്ട് ദുരാത്മാക്കൾ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദയവായിട്ട് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് 12-ാമത്തെ അധ്യായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുവാനിടയായി. കർത്താവിനെക്കുറിച്ച്, നമ്മുടെ കർത്താവാകുന്ന യേശുവിനെക്കുറിച്ച് പരീശന്മാർ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ കർത്താവ് അത് വിശദീകരിച്ച് അവരോട് പറയുവാനിടയായി. അതിൻ്റെ 25 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുക. യെസ് 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 നോക്ക്, സാത്താനൊരു രാജ്യമുണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. മാത്രമല്ല, യേശു പറയുകയാണ്, സാത്താനെ പുറത്താക്കത്തില്ല. ഞാൻ സാത്താനെ പുറത്താക്കുന്നു എങ്കിൽ, അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. അപ്പോൾ ദുരാത്മാക്കൾ പുറത്താകുന്നു എങ്കിൽ, യേശുവിൻ നാമത്തിൽ പുറത്താകുന്നു എങ്കിൽ ഒരു കാര്യം സ്പഷ്ടമാണ്, നമ്മുടെ നടുവിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു. സാത്താനെ പുറത്താക്കുകയില്ല. നിങ്ങൾ ചോദിക്കുക, മന്ത്രവാദികൾ അപ്പോൾ എന്താണ് ചെയ്യുന്നത്? മന്ത്രവാദികൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് ദുരാത്മാക്കൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഒരു മന്ത്രവാദി ചെയ്യുന്ന വലിയ ഹോമം നടത്തി പൂജ നടത്തുമ്പോൾ ആ ദുരാത്മാവ് ഒരു വർഷത്തേക്ക് ഒന്ന് ശമിക്കുവാനിടവരും. എന്നാൽ അടുത്ത വർഷം വീണ്ടും അതേ സമയമാകുമ്പോൾ ആ ഹോമവും മന്ത്രവാദവും വീണ്ടും നടത്തേണ്ടതായിട്ട് വരും.
ആ പഴയ അടയാളങ്ങൾ വീണ്ടും ആ മനുഷ്യനിൽ വെളിപ്പെടുവാനിട വരും. ആയുർവേദത്തിന് തിരുമാൻ പോകുന്നവരെ പോലെയാണ്. അവർ 1 വർഷം തിരുമാൻ പോയി കഴിഞ്ഞാൽ കൃത്യമാണ് അടുത്ത വർഷം നിശ്ചയമായിട്ടും അതേ സമയമാവുമ്പോൾ തിരുമാൻ പോകേണ്ടതായിട്ട് വരും. ഇതൊന്നും വേണ്ട, കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം നൽകി തരുവാൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താനെ പുറത്താക്കുകയില്ല. അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. മന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദിയുടെ അരികിൽ നിൽക്കുന്ന സാത്താനും ആ വീട്ടിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന സാത്താനും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ ഈ സാത്താൻ പറയും, 1 വർഷത്തേക്ക് നീ വേണ്ടാതിരിക്കണം, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഇപ്പോൾ ഇവർക്ക് വലിയൊരു സൗഖ്യവും വിടുതലും കിട്ടിയതുപോലെ തോന്നണം. ആ അഡ്ജസ്റ്റ്മെൻ്റാണ് അവിടെ നടക്കുന്നത്. എന്നാൽ യേശു വന്നാൽ പിശാചിന് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ സാത്താൻ ആ ഇടം വിട്ട് എന്നേക്കുമായി പുറത്തു പോകുവാനിട വരും. തിരികെ പ്രവേശിക്കുവാൻ കഴിയാത്ത നിലയിൽ പുറത്തു പോകുവാൻ ഇടവരും. എന്നാൽ ഒരു കാര്യം മുന്നറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. അതിൻ്റെ 43-ാമത്തെ വാക്യം വായിക്കുക. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷമോ യെസ് ഉടനെ വന്ന് ഇവൻ ഇത് വന്നിട്ട് എങ്ങനെയാണ് ഇവൻ എന്ത് ചെയ്യുകയാണ്? ഇവൻ കാണുന്നു, ഒഴിഞ്ഞതും അടിച്ചുമാരി അലങ്കരിച്ചതുമായി കാണുന്നു. ഈ മനുഷ്യൻ, ദുരാത്മാവ് പോയ മനുഷ്യൻ, അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് അറിയാമോ? ദുരാത്മാവ് പോയി കഴിഞ്ഞാൽ ആ ഇടത്തെ ശൂന്യമായി ഒരിക്കലും ഇടരുത്. ആ ഇടത്തെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണം. ഈ 2 കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളിൽ ചിലരിൽ ദൈവശക്തി വരുന്നതിൻ്റെ അടയാളം എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുകയാണ്. ചിലയിടങ്ങളിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിക്കുന്നു. ഈ അത്ഭുത വിടുതൽ സംഭവിക്കാൻ നിങ്ങൾ കൗൺസിലറുടെ അരികിൽ പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുന്നമേ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവദാസന്മാർ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ അപ്പോൾ വിടുതൽ നടന്നു. വേറെ ഒരു കാസ്റ്റ് ഔട്ടിങ്, ഒരു പുറത്താക്കൽ ശുശ്രൂഷയും കൂടാതെ തന്നെ ആ ദുരാത്മാവ് വചനത്തിൻ്റെ വെളിപ്പാട് ലഭിക്കുന്ന വ്യക്തിയിൽ നിന്ന് പുറത്തു പോകുവാനിട വരും. ആ ഇടങ്ങൾ, ആ വാക്വംസ് മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നാം നിറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഈ മനുഷ്യൻ ആ വാക്വംസ്, ആ ശൂന്യതകളെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചില്ല. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ദുരാത്മാവ് വന്നപ്പോൾ ഇയാളുടെ വ്യക്തിത്വത്തിൻ്റെ അകം ദുരാത്മാവിന് കാണാൻ കഴിഞ്ഞു. അതെങ്ങനെയാണ് ദുരാത്മാവിന് ഈ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ അകം കാണുവാൻ കഴിഞ്ഞത്? ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്: ഉടനെ വന്നു, അത് ഒഴിഞ്ഞതും അടിച്ചുമാരി അലങ്കരിച്ചതുമായി കാണുന്നു. പുറത്തു നിന്ന് കാണുകയാണ്. എങ്ങനെയാണ് പുറത്തു നിന്ന് കാണുന്നത്? വളരെ ലളിതമാണ്. ഒരു വാതിൽ തുറന്നു കിടക്കുന്നു. എങ്ങനെയാണ് വാതിൽ തുറക്കുവാനിടയായത്? പാപം മൂലമാണ് വാതിൽ തുറക്കുവാനിടയായത്. അപ്പോൾ ദുരാത്മാവ് വിട്ടുപോയ ഈ മനുഷ്യൻ വീണ്ടും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ പാപം മുഖാന്തരമായി വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ തുറക്കപ്പെട്ടപ്പോൾ ദുരാത്മാവ് വന്നു നോക്കിയപ്പോൾ ഇതാ അടിച്ചുമാരി അലങ്കരിച്ചതായി ഒഴിഞ്ഞു കിടക്കുകയാണ്. പരിശുദ്ധാത്മാവിടെ ഇല്ല. അങ്ങനെയെങ്കിൽ ദുരാത്മാവിന് മനസ്സിലായി, ഞാനൊരു 7 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് അകത്ത് കയറി പാർക്കുവാൻ കഴിയും. ഇത് നിങ്ങൾക്ക് ഞാനൊരു മുന്നറിയിപ്പായി തരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന വിടുതലുകൾ, ആ വിടുതലുകളെ നിലനിർത്തുവാൻ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് വരുന്ന ദിവസങ്ങളിൽ. അതിനാൽ ജീവിതം സൂക്ഷിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുവാനിടവരും. ആമേൻ. ആ കോട്ടകളെ, ദുരാത്മാക്കളെ പുറത്താക്കുന്നതോടുകൂടി നമുക്ക് കോട്ടകളെ തകർക്കുവാൻ കഴിയും. വികാരങ്ങളുടെ മേഖലയിലും സങ്കല്പങ്ങളുടെ മേഖലയിലും വിടുതലുകൾ സംഭവിക്കും. മാത്രമല്ല ഓർമ്മകൾ സൗഖ്യമാകുവാനും ഇടവരും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ ചിലർ ആ ഓർമ്മകളെ സൗഖ്യമാക്കുവാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് ദിനംതോറും പരിശീലിച്ചാൽ മതി. നാളുകളിലും എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങൾ വീണ്ടും ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് എന്നോടൊരാൾ പറഞ്ഞു, ഞങ്ങൾ കുമ്പനാട്ട് വെച്ച് ഇന്നർ ഹീലിംഗ് നടത്തിയപ്പോൾ ഇന്നർ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അയ്യോ ഇന്നർ ഹീലിംഗ് കഴിഞ്ഞു പോയല്ലോ, അതിപ്പോൾ ഒരു മുറിവായി തീർന്നിരിക്കുകയാണ്. അത് തീരരുതെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ തീർന്നു പോയപ്പോൾ അതൊരു മുറിവായി തീരുകയാണ്. അപ്പോൾ മുറിവുകൾ വരുവാൻ വേണ്ടി ഏത് നിലയിൽ വേണമെങ്കിലും മുറിവുകൾ വരുവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ പരിശീലനം നേടിക്കഴിഞ്ഞാൽ ഏത് മുറിവ് വന്നാലും യേശുവിൻ നാമത്തിൽ നാം സൗഖ്യമാക്കുവാനിടവരും. അത് കൊണ്ടു നടക്കുകയില്ല, അതിനെ നമ്മൾ പരിഹരിക്കുവാനിടവരും.
ഈ പകലിൽ ഞാൻ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ പ്രാരംഭ ഭാഗങ്ങളിലൂടെ നാം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയതിനാൽ നമുക്ക് മനസ്സിൻ്റെ ഘടനയെക്കുറിച്ച് വിശാലമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇനിയും ആന്തരിക മുറിവുകൾ നമുക്കുണ്ടോ എന്ന് അറിയുവാൻ കഴിയുന്ന ചില അടയാളങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നർ വൂൺസ് ഉണ്ടോ? നിങ്ങൾക്കതെങ്ങനെ അറിയുവാൻ കഴിയും? അതിന് ചില അടയാളങ്ങളുണ്ട്, ചില ലക്ഷണങ്ങളുണ്ട്, ചില സൈൻസ് ഉണ്ട്. ആ അടയാളങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും എവിടെയോ എനിക്കൊരു മുറിവ് വന്നിട്ടുണ്ട്. ആ അടയാളങ്ങളിലേക്കാണ് ഇന്ന് പകൽ നാം ഒരുമിച്ച് പോകുവാൻ പോകുന്നത്. നിങ്ങൾ രോഗിയായിട്ട് ആശുപത്രിയിൽ കടന്നു ചെല്ലുന്ന ഉടനെ ഡോക്ടർ ഉടനെ തന്നെ മരുന്ന് എഴുതി തരികയില്ല. അദ്ദേഹം പെട്ടെന്ന് നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്യുവാൻ ആവശ്യപ്പെടും. നിങ്ങൾക്ക് പല പരിശോധനകൾ നടത്തുവാൻ ആ ഡോക്ടർ ആവശ്യപ്പെടും. ആ പരിശോധനകൾക്ക് ശേഷം ലഭിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുവാൻ ഇടവരുന്നത്. അതേപോലെ തന്നെ ആന്തരിക മുറിവുകളുണ്ടോ? എങ്ങനെ നമുക്ക് അറിയുവാൻ കഴിയും? ചില അടയാളങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമുക്ക് ആന്തരിക മുറിവുകളുണ്ട് എന്ന്. അങ്ങനെ ആ അടയാളങ്ങളിലൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം കർത്താവിനോട് അടുത്തു വന്നാൽ മതി. ആ അടയാളങ്ങളിലേക്ക് നമുക്ക് പ്രഥമമായി പോകാം. അടയാളങ്ങൾ മനസ്സിലും അടയാളങ്ങളുണ്ടാകും, ശരീരത്തിലും അടയാളങ്ങളുണ്ടാകും. പ്രഥമമായിട്ട് നമുക്ക് മനസ്സിലെ അടയാളങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, തീവ്ര ദുഃഖം. ഒന്നാമത്തെ ഒരു അടയാളമാണ് ആന്തരിക മുറിവുകൾ ഉണ്ടെങ്കിൽ ചില ദുഃഖങ്ങൾ വന്നാൽ ആ ദുഃഖങ്ങൾ ചില സമയത്തേക്ക് താൽക്കാലികമായിട്ടൊരു ടെമ്പററി പീരീഡ് ഓഫ് ടൈമിൽ ഒരു ദുഃഖം വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാകുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കൊരു ദുഃഖം വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ദുഃഖം മാറാതെ നിലനിൽക്കുകയാണെങ്കിൽ ദീർഘദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ ദുഃഖം മാറുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ദുഃഖം വേണമെങ്കിൽ ഒരു നിഴൽ പോലെ നമ്മെ മൂടുവാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ അതിന് തീവ്ര ദുഃഖമെന്ന് പേർ കൊടുക്കുവാൻ കഴിയും. അത്തരത്തിലൊരു ദുഃഖം നിങ്ങളെ നിഴൽ പോലെ മൂടുന്നു എങ്കിൽ അതിൻ്റെ അടയാളമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഏതോ മേഖലയിൽ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പെയിന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്നതിനെക്കുറിച്ച് പറയുവാനിടയായി. നിങ്ങൾ ഇമോഷണൽ ബേസ്മെൻറ്റിൽ വന്ന് ദുഃഖം നിറയുവാനിട വരും. ദുഃഖം നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമോഷണൽ ബേസ്മെൻറ്റിന് ദുഃഖത്തെ വഹിക്കുവാൻ കഴിയാതെ വരുന്ന സന്ദർഭത്തിലാണ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. എന്നാൽ ആ പെയിൻ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. നിങ്ങളിൽ ചിലരുടെയൊക്കെ വേദനകൾ പുറത്തു വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ രാത്രി സഹോദരിയോട് പറഞ്ഞതുപോലെ ഇനി നീ ദുഃഖിക്കേണ്ട കാര്യമില്ല, നിനക്കിനി ദുഃഖത്തിന് പകരം കർത്താവ് എന്താണ് തരുന്നത്? സന്തോഷമാണ് തരുന്നത്. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ഈ 2 ദിവസം കൊണ്ട് തന്നെ ഈ സഹോദരിയുടെ ഇമോഷണൽ ബേസ്മെൻറ്റിൽ അടിഞ്ഞു കിടന്നിരുന്ന ദുഃഖത്തിൻ്റെ കെട്ട് പൊട്ടി. ആ മകൾ യേശുവിൻ നാമത്തിൽ സ്വതന്ത്രയായിരിക്കുകയാണ്. ദുഃഖങ്ങൾ മുഖാന്തരമായിട്ട് വേദനകൾ നമ്മിൽ നിക്ഷേപിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. ഈ തീവ്ര ദുഃഖങ്ങൾ, ഈ സാഡ്നസ്, ഈ നീണ്ട നാൾ നിലനിൽക്കുന്ന മാറാത്ത ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒരു ഫെയിൽഡ് എക്സ്പെക്റ്റേഷൻ, നാം ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാനിടയായി. ഒരു ലളിതമാകുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മകൻ അവനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ അവർ കാര്യങ്ങൾ പറഞ്ഞ് ആ വിവാഹത്തിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അതെല്ലാം ക്രമീകരിച്ചു വരുന്ന സന്ദർഭത്തിൽ നീണ്ട മാസങ്ങളായിട്ട് അവരതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. വീട്ടുകാരെല്ലാം പറഞ്ഞ് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ അതിനു വേണ്ടി വലിയ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുന്നു. അവനപ്പോൾ തന്നെ ആ ഹോൾ ബുക്ക് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഏത് സ്യൂട്ട് മേടിക്കണമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നു. കാറയിൽ പോകുന്ന സന്ദർഭത്തിൽ എന്തൊക്കെയാണ് ഡെക്കറേഷൻസ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ ആ ഡ്രീംസിൽ അവനായിരിക്കുമ്പോൾ ചില മാസങ്ങൾ കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ആ കല്യാണം, പക്ഷേ പൊടുന്നനവേ ആ പെൺകൂട്ടർ ആ വിവാഹ ചിന്തയിൽ നിന്ന്, ആ വിവാഹാലോചനയിൽ നിന്ന് പിന്മാറുകയും വളരെ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ വേറൊരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചു. ഏതോ വിദേശ രാജ്യത്തുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് അവളുമായിട്ട് ആ വിദേശ രാജ്യത്തേക്ക് പോകുവാനിടയായി. ഈവൻ ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഫെയിൽഡ് എക്സ്പെക്റ്റേഷൻ, അവൻ ചില പ്രതീക്ഷകൾ കൊണ്ടു നടന്നു, ചില സ്വപ്നങ്ങൾ കൊണ്ടു നടന്നു. എന്നാൽ ആ സ്വപ്നങ്ങൾ പൊടുന്നവേ പരാജയപ്പെട്ടു പോകുമ്പോൾ, അത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഫെയിൽഡ് എക്സ്പെക്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദുഃഖം കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ആ ദുഃഖങ്ങൾ, അങ്ങനെയുള്ള ദുഃഖങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ സ്കില്ലുകൾ, നിങ്ങളുടെ ടാലൻറ്റുകളൊക്കെയും നിങ്ങളുടെ സോളിനകത്താണുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് സ്കില്ലുണ്ട്. നിങ്ങൾ ടാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജന്മനാ ലഭിച്ചിരിക്കുന്നതാണ്.
പാട്ടുപാടുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് ജന്മനാ ലഭിച്ചിരിക്കുന്ന ഒരു ടാലൻ്റാണ്. എന്നാൽ നാം ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽസ് ഉണ്ട്. ഭാഷ അല്ലേ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമുക്കുള്ള അറിവ്, അങ്ങനെയുള്ള സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു, നമുക്ക് ആത്മാവുള്ളതിനാൽ, പരിശുദ്ധാത്മാവുള്ളതിനാൽ നമുക്ക് കൃപകളുമുണ്ട്, വരങ്ങൾ, കൃപാദാനങ്ങളുമുണ്ട്, ഗിഫ്റ്റ്സുമുണ്ട് എന്ന് ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം സ്കിൽസുമുണ്ട്, ടാലൻസുമുണ്ട്, ഗിഫ്റ്റ്സുമുണ്ട്. ചേർന്ന് പറഞ്ഞേ, സ്കിൽസ്, ടാലൻസ് ആൻഡ് ഗിഫ്റ്റ്സ്. അപ്പോൾ നമുക്ക് ഒബാമയേക്കാൾ വലിയ സാധ്യതയുള്ളവരാണ്, നരേന്ദ്രമോദിയേക്കാൾ വലിയ സാധ്യതയുള്ളവരാണ്. നരേന്ദ്രമോദിക്ക് ആരെയും പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ കഴിയത്തില്ല. അദ്ദേഹം നല്ലൊരു പ്രധാനമന്ത്രിയാണ്, വളരെ കഴിവുള്ളൊരു പ്രധാനമന്ത്രിയാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആ ഉന്നത സ്ഥാനത്തെത്തിയിരിക്കുന്നത്. തൻ്റെ ജന്മവാസനകൾ, ജന്മനാ തനിക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ, ജന്മനാ ലഭിച്ചിരിക്കുന്ന കഴിവുകൾ. രണ്ടാമത്, താൻ ഈ ദീർഘവർഷങ്ങൾ കൊണ്ട് വളർത്തിയെടുത്ത സ്കില്ലുകൾ. ആ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ആ പദവിയിൽ താൻ എത്തുവാനിടയായത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തൊരു സാധ്യത കൂടിയുണ്ട്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേണ്ടി വന്നാൽ ഒരു രോഗിയെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ കഴിയും. വേണമെങ്കിൽ മരിച്ച ഒരാളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിയും. അത്ര വലിയ സാധ്യത നമുക്കുണ്ട്. ഈ സാധ്യതയുള്ള ഒരു വ്യക്തി, ഈ വ്യക്തിയുടെ ഒരു സ്കില്ലാണെന്ന് കരുതുക. ഇതൊരു സ്കില്ലാണ്, ഇത് വേറൊരു ടാലൻ്റാണ്. ഇങ്ങനെയുള്ള സ്കിൽസ്, ടാലൻസ് ഒക്കെയുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ ദുഃഖം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദുഃഖം ചിലപ്പോൾ ഒരു പർവ്വതം പോലെ വന്നതിന് ശേഷമായിട്ട്, ഭാരം പോലെ വന്നതിന് ശേഷമായി, കല്ലുപോലെ വന്നതിന് ശേഷമായിട്ട് ഈ ദുഃഖം ഈ സ്കില്ലുകളെയും ടാലൻറ്റുകളെയും വന്നങ്ങ് മൂടുവാനിട വരും. മൂടിക്കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുന്നത്? ആകെപ്പാടെ കൺഫ്യൂസ്ഡായി പാടാൻ വേണ്ടി, നല്ല പാട്ട് പാടുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പോൾ പാടാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ തനിക്ക് പാട്ട് പാടാൻ കഴിയത്തില്ല. പാടുമ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തെറ്റിപ്പോവുകയാണ്, പിച്ച് ഔട്ടായി പോവുകയാണ്. നമ്മൾ വിചാരിക്കും, ഇവിടെ ഇവൻ ഇത്ര നന്നായിട്ട് പാടിയൊരു പയ്യനാണ്, ഇവൻ എന്ത് പറ്റി? അവന് പറ്റിയതാണ് എവിടെയോ പ്രാണൻ്റെ മേഖലയിൽ ദുഃഖമോ അത്തരത്തിലുള്ള എന്തോ സാധനം കയറിയിട്ട് ഈ സ്കില്ലുകളെ അമർത്തിക്കളഞ്ഞു, കീഴടക്കിക്കളഞ്ഞു, അടിച്ചമർത്തിക്കളഞ്ഞു. ഈ ദുഃഖത്തിൻ്റെ കീഴിലായിപ്പോയി ആ സ്കില്ല്. നിങ്ങളുടെ ഇഫക്റ്റീവ്നെസ്സിനെ ഇത് ബാധിക്കുവാനിട വരും. നിങ്ങളുടെ ഇഫക്റ്റീവ്നെസ്സിനെ ഇത് തടയുവാനിട വരും. നിങ്ങളുടെ പ്രൊഡക്റ്റീവ്നെസ്സിനെ ഇത് ബാധിക്കുവാനിട വരും. നിങ്ങൾ ഫലം കായ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെന്നാൽ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയാത്ത നിലയിൽ ഈ ദുഃഖം വന്ന്, ഫലം കായ്ക്കേണ്ട മേഖലകളെ ഈ ദുഃഖം വന്ന് കീഴടക്കിയിട്ട് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൽ ശരണപ്പെട്ട് ദുഃഖങ്ങൾ, എവിടെയെങ്കിലും മറിഞ്ഞു കിടക്കുന്ന ദുഃഖങ്ങളുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ആ ദുഃഖങ്ങളെ പുറത്താക്കണം. പ്രൈസ് ദി ലോർഡ്. ദുഃഖങ്ങൾ നിങ്ങളെ വിട്ടുപോകണം. ആ ദുഃഖങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് വെറുതെ ഭാരം വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ആ ദുഃഖങ്ങളെ നമ്മൾ പുറത്താക്കുകയാണെങ്കിൽ നമ്മുടെ ഇഫക്റ്റീവ്നെസ് വർദ്ധിക്കുവാനിട വരും, നമ്മുടെ പ്രൊഡക്റ്റീവ്നെസ് വർദ്ധിക്കുവാനിട വരും. നാം ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ളവരായി തീരും. സാഡ്നെസ് ആണ് ഒന്നാമത്തെ ഒരടയാളം. രണ്ടാമത്തെ മറ്റൊരടയാളമാണ് സെൽഫ് പിറ്റി എന്ന് പറയുന്നത്. വേണമെങ്കിൽ എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുക്കുക. സാഡ്നെസ് ഒന്നാമത്തെ അടയാളം. സാഡ്നെസ് ഹാസ് എ വെരി സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ യുവർ പേഴ്സണാലിറ്റി. അൺഫുൾഫിൽഡ് ഡ്രീംസ്, ഫെയിൽഡ് എക്സ്പെക്റ്റേഷൻ, when things don't go your way, certain incidents, loss of someone, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാഡ്നെസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സാഡ്നെസ് ഈസ് ഇമോഷണൽ പെയിൻ അസോസിയേറ്റഡ് വിത്ത് ഓർ ക്യാരക്ടറൈസ്ഡ് ബൈ ഫീലിംഗ്സ് ഓഫ് ഡിസഡ്വാൻറ്റേജ്, ലോസ്, ഡിസ്പെയർ, ഹെൽപ്ലെസ്നെസ് ആൻഡ് സോറോ. ഇതാണ് സാഡ്നെസ് എന്ന് പറയുന്നത്. സാഡ്നെസ് ഒരടയാളമാകുന്നു. അടുത്തൊരടയാളമാണ് സെൽഫ് പിറ്റി എന്ന് പറയുന്നത്. സാഡ്നെസ് ഇത് ഒരു പടി പോലെയാണ്. ഇത് പിശാച് വരുന്നുണ്ട്, ഏതെങ്കിലും ഒരു കല്ലിട്ടു, അതിനുശേഷം അവനൊന്ന് കയറി, അവന് കാലൊന്ന് വെക്കാൻ വേണ്ടി ഒരു അവസരം ലഭിച്ചു. പിന്നെ അവൻ അങ്ങനെ ഇരുന്നിരുന്ന ആ ഒരു കാര്യത്തെ വർക്ക് ചെയ്ത് പിന്നെ ഒരു കല്ലൂടെ കിട്ടി. അപ്പോൾ പിന്നെ അവന് കൈയൂടെ വെക്കാൻ സ്ഥലം കിട്ടി. പിന്നെ കുറേ കഴിയുമ്പോഴത്തേന് വേറൊരു കല്ലൂടെ ഇട്ടു. അപ്പോഴത്തേന് അടുത്ത കാലൂടെ വെക്കാൻ അവസരം കിട്ടി. കുറച്ച് കഴിയുമ്പോൾ ഇവൻ നമ്മുടെ ജീവിതത്തെ, വ്യക്തിത്വത്തെ മുഴുവൻ അങ്ങ് കീഴടക്കുവാനിട വരും. അത്തരത്തിലുള്ള ഒന്നാമത്തെ ഒരു കല്ലാണ് ഈ ദുഃഖമെന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് സെൽഫ് പിറ്റി. അതിൻ്റെ അടുത്തൊരു പടിയാണ് സെൽഫ് പിറ്റി എന്ന് പറയുന്നത്. എന്താണ് സെൽഫ് പിറ്റി? എനിക്ക്
എന്നോട് സഹതാപം തോന്നുമ്പോൾ നിഷേധാർത്ഥകമാകുന്ന നിലയിൽ ഞാൻ എന്നെ ആശ്വസിപ്പിക്കുന്നു. എനിക്ക് ഒരു ഇച്ഛാഭംഗം വന്നു, എനിക്കൊരു ആശാഭംഗം വന്നു, എനിക്കൊരു നഷ്ടം വന്നു. ആ നഷ്ടം വരുന്നുണ്ട്. നമുക്കൊരു നഷ്ടം വരുന്ന സന്ദർഭത്തിൽ, നമുക്കൊരു ആശാഭംഗം വരുന്ന സന്ദർഭത്തിൽ നാം നമ്മെ ആശ്വസിപ്പിക്കുകയില്ലേ? നാം എങ്ങനെയാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്? നമ്മെ ആശ്വസിപ്പിക്കുന്നത് നിഷേധാർത്ഥകമാകുന്ന നിലയിലാകുന്നു എങ്കിൽ നിങ്ങൾക്ക് സെൽഫ് പിറ്റിയുണ്ട്. നമ്മുടെ ജീവിതം ഒന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന്. എന്തായാലും ജനിച്ചത് ഈ വീട്ടിലല്ലേ, ഒരിക്കലും ഗുണം വരാൻ സാധ്യതയില്ലാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം വരുന്നത്. ഇതെന്താണ്? ഇത് സെൽഫ് പിറ്റിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സാധനത്തിൻ്റെ പേരാണ് സെൽഫ് പിറ്റി എന്ന് പറയുന്നത്. ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണമാണ്. BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂവിന് പോയൊരു ചെറുപ്പക്കാരൻ, അവൻ ജോലിക്ക് വേണ്ടി പോവുകയാണ്. ആ ജോലിക്ക് വേണ്ടി പോയപ്പോൾ അവന് ജോലി ലഭിച്ചില്ല. ജോലി ലഭിക്കാതെ അവൻ ഇറങ്ങി വരുമ്പോൾ അവനൊരു ആശാഭംഗം സംഭവിച്ചു. ആശാഭംഗം സംഭവിച്ചപ്പോൾ അവൻ അവനെ തന്നെ ആശ്വസിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? നിഷേധാർത്ഥകമാകുന്നതിൽ. BSc പഠിച്ചിട്ട് എന്തോ കാര്യം സാധിക്കാൻ? അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആർക്കാണ് ഒരു ജോലി കിട്ടിയിട്ടുള്ളത്? വെറുതെ ഞാൻ BSc പഠിച്ചു, മാത്സിൽ BSc പഠിച്ചു, ജീവിതം തൊലച്ചു, എങ്ങും കിട്ടാൻ പോകുന്നില്ല ജോലി. എന്നാൽ ഈ സെൽഫ് പിറ്റി ഇല്ലാത്ത വേറൊരു ചെറുപ്പക്കാരൻ, അവൻ BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ് ഉള്ളവനാണ്. അവൻ ജോലിക്ക് വേണ്ടി പോയി, ജോലിക്ക് പോയിട്ട് ജോലി കിട്ടിയില്ല. അവൻ ഇറങ്ങി വരുമ്പോൾ അവനെങ്ങനെയാണ് അവനെ ആശ്വസിപ്പിക്കുന്നത്? ഈ കമ്പനിക്കാർക്ക് യാതൊരു ഭാഗ്യവും ഇല്ല, എന്നെ പോലെ ഒരുത്തനെ ഇവർക്ക് കിട്ടേണ്ട അവസരം അവർക്ക് നഷ്ടമായി പോയി, ഏതോ നല്ല കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടാൻ പോകുകയാണ്. ഇവന് സെൽഫ് പിറ്റിയില്ല. ഇവൻ്റെ മനസ്സിന് കേടില്ലാത്ത മനസ്സാണ്, സെൽഫ് പിറ്റിയില്ല. അവൻ എന്തുണ്ട്? ഈ ജോലി കിട്ടിയില്ല, അടുത്ത ജോലി കിട്ടും. അഥവാ ഒരു വാതിൽ അടഞ്ഞാൽ 10 വാതിൽ തുറക്കപ്പെടുമെന്ന് നമ്മളിതൊക്കെ പ്രാർത്ഥനയിൽ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ സെൽഫ് പിറ്റിയൊക്കെ പോകാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു വാതിൽ അടഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് 10 വാതിൽ തുറന്നു തരാം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ആന്തരിക സൗഖ്യ ധ്യാനം നടത്തപ്പെടുന്നു. ഡിസംബർ 15 മുതൽ 19 വരെ മാരാമൺ മാർത്തോമ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് നിങ്ങൾ കടന്നു വരണം. വിഷാദ രോഗത്തിലൂടെയോ മാനസികാഘാതങ്ങളിലൂടെയോ മാനസിക ആകുലതകളിലൂടെയോ ഏതെങ്കിലും മനസ്സുമായി ബന്ധപ്പെട്ട സംഘർഷത്തിലൂടെ നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കുവാൻ പോകുന്നു. മാരാമൺ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച്, മാർത്തോമ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് ഡിസംബർ 15 മുതൽ 19 വരെ. ജീസസ് റെയിൻസിൻ്റെ അത്ഭുതങ്ങളുടെ ദിവസം, ഡേ ഓഫ് മിറക്കിൾസ്, തിരുവല്ലയിൽ ബിലീവേഴ്സ് യൂത്ത് സെൻറ്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. നവംബർ മാസം 29-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. നിങ്ങൾ കടന്നു വരണം. പ്രിയപ്പെട്ടവരെ കൂട്ടി നിങ്ങൾ കടന്നു വരണം. നമുക്ക് തമ്മിൽ കാണുവാനും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ലഭിക്കുന്നൊരു നല്ല അവസരമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യുവാനിടവരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും കടന്നു വരണം. തിരുവല്ലയിൽ നവംബർ 29 ബിലീവേഴ്സ് യൂത്ത് സെൻറ്ററിൽ രാവിലെ 10 മണി മുതൽ 2 മണി വരെ. ഫയർ വിങ്സിന്റെ ആനുവൽ പ്രെയർ കോൺഫറൻസ് ദി ന്യൂ കവനന്റ് 2015 ജനുവരി 12 മുതൽ 16 വരെ അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ സാമുവേൽ, ബ്രദർ ബിജി അഞ്ചൽ, പാസ്റ്റർ റൈസൺ തോമസ്, പാസ്റ്റർ റെജി മാത്യു, ബ്രദർ ബിനോയ് കൊട്ടാരക്കര, പാസ്റ്റർ ജോൺ വർഗീസ്, ബ്രദർ രാജീവ് വർഗീസ് തുടങ്ങിയ അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 8281033374 944747272145.